ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ആൻഡ് ട്രാവൽ ക്ലബ്. അപ്പോൾ ഇന്ന് നമ്മൾ മഹീന്ദ്രയുടെ താറിൻ്റെ ബേസ് വേരിയൻ്റാണ് പരിചയപ്പെടുന്നത്. താർ റോക്സിൽ നമ്മളെ MX1 എന്ന് പറയുന്ന ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. അതിൽ എവറസ്റ്റ് വൈറ്റ് എന്ന് പറയുന്ന കളറാണ് നമ്മൾ ഫ്രണ്ടിലുള്ളത്. ഇതിൻ്റെ ഒരു ഫ്രണ്ട് സെക്ഷൻ നോക്കുന്ന ടൈമിന് ബമ്പർ ഒരു ബ്ലാക്ക് ആണ് വരുന്നത്. ഇതിൻ്റെ തൊട്ട് മേലെ വരുന്ന എല്ലാ വേരിയൻസിലും നമ്മൾ ഈ ഒരു ബമ്പറിൻ്റെ മിഡ് സൈഡ് ലൈറ്റ് ആ ഒരു അലൂമിനിയം കളറാണെങ്കിൽ ഏറ്റവും ബേസിൽ ബമ്പർ ഫുൾ ബ്ലാക്ക് ആണ്. പിന്നെ ആ ഒരു ഗ്രിൽ സെക്ഷനൊക്കെ അതേ സെയിം പാറ്റേണിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഹെഡ് ലാമ്പിലേക്ക് വരുമ്പോൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് തന്നെയാണ് വരുന്നത്. ബൈ ഹാലജനല്ല LED ആയിട്ടുള്ള ഹെഡ് ലാമ്പ് കാര്യങ്ങളാണ്. പക്ഷെ ആ ഒരു നമ്മളെ ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഉണ്ടാവില്ല, അതൊരു പൊസിഷൻ ലാമ്പായിട്ടാണ് ഉണ്ടാവുക. ഡേ ടൈം റണ്ണിങ് ലാമ്പ് ഈ ഒരു സൈഡിലാണ് വരിക. പിന്നെ ഈ ഒരു വീട്ടിൽ നമുക്ക് ഫോഗ് ലാമ്പ് അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ ഇതിൻ്റെ സൈഡ് വശത്തേക്ക് വരുന്ന ടൈമിന് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റീൽ വീലായിരിക്കും, അത് സിൽവർ ഫിനിഷിലാണ് ഉണ്ടാവുക. അതിൻ്റെ ഹബ്ബ് ഗ്യാപ്പൊക്കെ മനോഹരമായിട്ടുണ്ട്, ആ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ ടയറിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിന് 255/65 R80 സ്റ്റീൽ വീല് തന്നെയാണ് നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു വേരിയന്റ് എടുത്തിട്ട് നമുക്ക് 18 ഇഞ്ചിൻ്റെ അലോയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ഓപ്ഷനിലേക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ലുക്ക് തന്നെയായിരിക്കും വാഹനത്തിന് ഉണ്ടാവുക. സൈഡ് പ്രൊഫൈലിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിപ്പോൾ വാഹനത്തിൻ്റെ അലോയ് വീൽ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഈ സ്റ്റീൽ വീല് മാറി അലോയ് വീലിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു MX5 മുതൽ X5 ലക്ഷറി വരുന്ന വേരിയന്റിന്റെ ആ ഒരു വാഹനത്തിന്റെ ലുക്ക് തന്നെയായിരിക്കും നമുക്ക് വാഹനത്തിന് ലഭിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു വേരിയന്റ് എന്ന് പറയുന്നത് MX1 എന്ന് പറയുന്ന വേരിയന്റ് വരുമ്പോൾ നമുക്ക് പെട്രോളിലും ഡീസലിലും മാനുവൽ വേരിയന്റ് ആയിരിക്കും അവൈലബിൾ ഉണ്ടാവുക. ഇനിയിപ്പോൾ റിയർ സൈഡിലേക്ക് വരുന്ന ഈ ഒരു ടൈമിന് നമുക്ക് ആ ഒരു സ്പെയർ വീലിന്റെ ആ ഒരു ഭാഗം കാണാം. പിന്നെ നമുക്ക് LED ടെയിൽ ലാമ്പ് തന്നെയാണ് വരുന്നത്. ടേൺ ഇൻഡിക്കേറ്റർ LED അതേ സെഗ്മെന്റ് ആയിട്ടുള്ള ടേൺ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. 2 റിവേഴ്സ് പാർക്കിംഗ് സെൻസറാണ്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ അവൈലബിൾ ആയിരിക്കില്ല, അത് നമുക്ക് ആക്സസറിയിൽ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഇന്റീരിയറിലേക്ക് പോകുന്ന ടൈമിന് ഈ ഒരു ടൈപ്പ്, അതായത് വിശാലമായ ബൂട്ട് സ്പേസ് കാര്യങ്ങളുണ്ടാവും. ഇതിന് നമുക്ക് റിയർ ഡീഫോഗർ വൈപ്പർ നമുക്ക് ഈ ഒരു വേരിയന്റ് അവൈലബിൾ ആയിരിക്കില്ല. ഇന്റീരിയർ വരുന്ന ടൈമിന് ആ ഒരു ബ്ലാക്ക് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ആ ഒരു കളറും കാര്യങ്ങളൊക്കെയാണ്. 60/40 ആയിട്ട് നമുക്ക് സീറ്റ് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും, അതേപോലെ തന്നെ എല്ലാ സീറ്റിനും നമുക്ക് 2 സീറ്റിനും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പാർസൽ പോലെ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്, ഹുക്ക് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഈ ഒരു വേരിയന്റിൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ജാക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ താഴത്താണ്. ഇത് പൊക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴെ നമുക്ക് ടൂൾസ് കാര്യങ്ങളൊക്കെ ഉള്ള സ്പേസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. താർ റോക്സ് എന്നുള്ള ആ ഒരു ബാഡ്ജിങ് കാണാം. ഫുഡ് സ്റ്റെപ്പ് ബേസ് വേരിയന്റിലും എല്ലാ വേരിയന്റിലും നമുക്ക് സൈഡ് ഫുഡ് സ്റ്റെപ്പ് അവൈലബിൾ ആണ്. പിന്നെ സൈഡ് ഓവർ നോക്കുന്ന ടൈമിന് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആയിട്ടുള്ള ഓവർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടെ വരുമ്പോൾ നമ്മൾ ബോഡി കളർഡ് അല്ല, ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഇത് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഡോറിൻ്റെ ഓപ്പണിംഗ് ഭാഗം വരുമ്പോൾ ഇത് ബോഡി കളറാണ് വരുന്നത്. അത്രയും ഭാഗം നമുക്ക് സൈഡിൽ പറയാം. പിന്നെ ക്ലാഡിങ് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് താറിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇന്റീരിയർ സൈഡിൽ വരുമ്പോൾ സീറ്റ് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ബ്ലാക്ക് സീറ്റാണ് വരുന്നത്. നമ്മൾ സീറ്റ് ഉള്ളിൽ ചളിയാവും അങ്ങനെയുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വരില്ല. നമ്മൾ ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ടൈമിന് ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഈ ഒരു ഭാഗം സ്ലൈഡിങ് അല്ല, പക്ഷെ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പൊക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. മാനുവൽ ട്രാൻസ്മിഷൻ ആണ്, ലിവർ കാര്യങ്ങൾ, പിന്നെ 2 കപ്പ് ഹോൾഡറിന്റെ സ്പേസ് കാര്യങ്ങളുണ്ട്. ബോട്ടിൽ ഹോൾഡേഴ്സ് ഒക്കെ വെക്കാം. ഹാൻഡ് ലിവർ, അതായത് ഹാൻഡ് ബ്രേക്കിന്റെ സെക്ഷനാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ്, അത്രയും നമുക്ക് മെയിനായിട്ട് പറയാം. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന ടൈമിന് ഡാഷ്ബോർഡ് വെച്ചാൽ ബ്ലാക്കും വൈറ്റിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു ഹാൻഡിൽ ബാർ വരുന്നുണ്ട്. AC വെന്റ് കാര്യങ്ങളൊക്കെയാണ്. ബേസ് വേരിയന്റിൽ പോലും നമുക്ക് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ മാനുവൽ AC കൺട്രോൾ കാര്യങ്ങളാണ്. എയർ സർക്കുലേഷൻ്റെ ഭാഗങ്ങളും ഫ്രണ്ട് ഡീഫോഗർ കാര്യങ്ങൾ, പിന്നെ നമ്മൾ എയർ സർക്കുലേഷൻ ഇന്ന് AC, പിന്നെ നമ്മൾ എയർ ബാഗ് ഓൺ ഓഫ് ആണെന്നുള്ള വാണിംഗ് കാര്യങ്ങൾ, ഹസാർഡ് ലാമ്പ്, പിന്നെ ഇവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ്, 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബേസ് വേരിയന്റിൽ പോലും സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് സീറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇൻക്ലൈൻ റിക്ലൈൻ ഫ്രണ്ട് ബാക്ക് എന്നുള്ള രീതിയിൽ 6 വീൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും ഈ ഒരു സീറ്റിൽ തന്നെ നൽകിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് വെച്ചാൽ ബേസ് വേരിയന്റിൽ പോലും നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പും കൂടെ വരുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഈ വാഹനത്തിന് ഇന്റീരിയറിലേക്ക് പോകുന്ന ടൈമിന് ബേസ് വേരിയന്റ് ആണെങ്കിൽ പോലും നമ്മൾ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഇലക്ട്രിക് സ്റ്റിയറിംഗ് തന്നെയാണ് ബേസ് വേരിയന്റിലും വരുന്നത്. അതായത് നമുക്ക് ഒരു വിരലിനെ കൊണ്ട് കറക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സ്റ്റിയറിംഗ് ലിവർ ഏറ്റവും ബേസ് വേരിയന്റിൽ പോലും സ്റ്റാർട്ടിങ് വരുന്നുണ്ട്.
വാഹനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിലേക്ക് വരുന്ന ടൈം, അതായത് ഡ്രൈവർ ക്ലസ്റ്ററിലേക്ക് വരുന്ന ടൈമിന് ആദ്യത്തെ 3 ഡോർ താറിൽ വരുന്ന, അതായത് LX വരുന്ന അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇവിടെയും വരുന്നത്. ഡിജിറ്റലും അനലോഗും കൂടിയുള്ള ഒരു മിക്സ് ആണ്. അതായത് RPM ലെഫ്റ്റിലും സൈഡിലായിട്ട് സ്പീഡോമീറ്ററും കാര്യങ്ങളാണ്. ഇത് നമ്മൾ ക്രമീകരിക്കാനുള്ള ബട്ടൺസ് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു പേജിൽ നിന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്ക്രീൻ ഇങ്ങനെ മാറുന്നത്. സ്റ്റിയറിംഗ് ഡയറക്ഷൻ, വാർണിംഗ് ഹിസ്റ്ററി, സെറ്റിംഗ്സ്, പിന്നെ ട്രിപ്പ് ബി, ആവറേജ്, ഫ്യൂൽ എഫിഷ്യൻസി, ഡിസ്റ്റൻസ് ടു എംറ്റി, പിന്നെ ഡിജിറ്റലായിട്ട് നമുക്ക് കാണാനുള്ള ആ ഒരു ഓപ്ഷൻസ് ഒക്കെ ഇതിൽ, ഡോർ വാർണിംഗ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്യൂല്, അതായത് ഫ്യൂലിൻ്റെ ഇൻലെറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ, ട്രാക്ഷൻ ഓൺ ഓഫ്, പിന്നെ ഹിൽ ഡിസെൻഡ് കൺട്രോൾ, മൈക്രോ ഹൈബ്രിഡ്, അതായത് സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ആ ഓപ്ഷനൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടച്ച് സ്ക്രീനിൽ വരുന്ന ടൈമിന് ഇവിടെ നമുക്ക് ഒരു ഇൻബിൽഡ് ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ബേസ് വേരിയന്റിൽ പോലും ഹോമിലേക്ക് പോകുന്ന ടൈമിന് നമുക്ക് നാവിഗേഷൻ, ബ്ലൂടൂത്ത്, റേഡിയോ, മ്യൂസിക്, സെറ്റിംഗ്സ്, അതേപോലെ തന്നെ ആപ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു അതായത് നമുക്ക് ബേസിക് നീഡ്സിനുള്ള ആ ഒരു ടച്ച് സ്ക്രീൻ കാര്യങ്ങളാണ്. റിവേഴ്സ് ക്യാമറ പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റത്തിൽ തന്നെ കൊടുക്കാൻ സാധിക്കും. എഡീഷണലി ഇവിടെ നമുക്ക് സ്വിച്ചസും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ടച്ചിൽ കൺട്രോൾ ചെയ്യണം. ബ്ലൂടൂത്ത് ഒക്കെ കണക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ വാഹനത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് മേലെ വരുമ്പോൾ ഇവിടെ നമുക്ക് IRVM, റിയർ IRVM കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു വാനിറ്റി മിറർ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് വാനിറ്റി മിററില്ല, ജസ്റ്റ് എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ വെക്കാനുള്ള ആ ഒരു പോക്കറ്റ് മാത്രമാണ് അവിടെ വരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ നമുക്ക് റൂഫിലൊരു മാപ്പ് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റിനും സീറ്റ് ബെൽറ്റ് റിമൈൻഡർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഡോറിലേക്ക് വരുന്ന ടൈമിന് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. എല്ലാ ഡോറും നമുക്ക് പവർ വിൻഡോസ് തന്നെയാണ് വരുന്നത്. ഇവിടെ താർ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. അത്രയും കാണും. സ്പീക്കർ സിസ്റ്റം വരുന്നത് ഡാഷ്ബോർഡിന്റെ മുകളിലാണ്. ഇവിടെ ഡോറിലൊക്കെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡറും പേപ്പർ ഹോൾഡർ കാര്യങ്ങളും അങ്ങനെയുള്ള എല്ലാം ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ക്രൂയിസ് കൺട്രോൾ അവൈലബിൾ അല്ല, ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളെ വൈപ്പറിന്റെ ആ ഒരു ബട്ടണും കാര്യങ്ങളും ഇവിടെ നമുക്ക് ഈ ഒരു ഹെഡ് ലാമ്പ് ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഭാഗങ്ങളൊക്കെയാണ്. ഇവിടെ നമുക്കൊരു ഹാങ്ങിങ് പോർഷനും കാര്യങ്ങളൊക്കെയാണ്. റിയർ സൈഡിലേക്ക് വരുന്ന ടൈമിൽ നമുക്ക് കുഷ്യനോട് കൂടിയിട്ടുള്ള മനോഹരമായ സീറ്റ് തന്നെയാണ് വരുന്നത്. ഫാബ്രിക്കിൻ്റെ ആ ഒരു മിക്സിംഗ് ആയിട്ടുള്ള ക്ലോത്തിങ് ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഐസോഫിക്സ്, അതായത് ചൈൽഡ് ആങ്കറേജിൻ്റെ ഐസോഫിക്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ 2 സീറ്റിനും നൽകിയിട്ടുണ്ട്. റിയർ AC വെന്റ്, അതേപോലെ തന്നെ C ടൈപ്പ് ചാർജിങ് സോക്കറ്റിൻ്റെ ആ ഒരു സ്ലോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. മൊബൈൽ ചാർജർ അല്ലെ മൊബൈൽ ഫോൺ വെക്കാനുള്ള പ്ലേസ് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൻട്രൽ ടണൽ എന്ന് പറയുന്ന ഭാഗം തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 3 പേർക്ക് ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനുള്ള ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഈ ഒരു സൈഡിൽ ഡോറിലേക്ക് വരുന്ന ടൈമിന് നമുക്കിവിടെ ഒരു പോക്കറ്റും പവർ വിൻഡോൻ്റെ ഓപ്ഷനും ഡോർ ഓപ്പണിങ്ങും ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങൾ അത്രയും ഭാഗമായിട്ടാണ് അവിടെ വരുന്നത്. എഞ്ചിനെ കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് പെട്രോൾ 2000 cc M സ്റ്റൈലിൻ ടർബോ ചാർജ്ഡ് എഞ്ചിനാണ്. അത് 160 bhp 5000 RPMലും 330 Nm ടോർക്ക് 1500 മുതൽ 3000 RPMലാണ് ലഭിക്കുക. ഇനിയിപ്പോൾ പെട്രോളിൻ്റെ മൈലേജ് ആണ് 12.4 km/ലിറ്റർ ആണ് മൈലേജ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഡീസലിലേക്ക് പോകുന്ന ടൈമിന് 2.2 ലിറ്റർ MHOC ടർബോ ചാർജ് എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അത് 150 ഹോഴ്സ് പവർ 3750 RPMലാണ് ലഭിക്കുക. കൂടാതെ 330 Nm ടോർക്ക് 1500 to 3000 RPM തന്നെയാണ് അതും വരുന്നത്. പിന്നെ 2 വേരിയന്റിലും നമുക്ക് റിയർ വീൽ ഡ്രൈവ് ആണ്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ തന്നെ ലഭിക്കും. ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കും റിയറിൽ ഡ്രം ബ്രേക്കുമാണ്. ഡീസൽ വരുമ്പോൾ നമുക്ക് 15.2 km/ലിറ്റർ ആണ് മൈലേജും വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ നോക്കുമ്പോൾ 226 mm ഗ്രൗണ്ട് ക്ലിയറൻസും അതേപോലെ തന്നെ 2850 mm വീൽ ബേസും ഈ ഒരു വാഹനത്തിന് ലഭിക്കും. ഇനിയിപ്പോൾ ഈ വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നൽകുന്നുണ്ട്. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.